രമ ഏകാദശിയുടെ വ്രതകഥയും കൂടെ നമുക്കൊന്ന് അനുസ്മരിക്കാം. മുചുകുന്ദൻ എന്ന് പറഞ്ഞ ഒരു രാജാവ്, എല്ലാവർക്കും അദ്ദേഹത്തിന് വലിയ സ്നേഹവും മതിപ്പും ഒക്കെ ആയിരുന്നു. പ്രജാക്ഷേമ തൽപരനാണ്, മഹാവിഷ്ണുവിൻ്റെ അതീവ ഭക്തനാണ്. അതുതന്നെയല്ല, എല്ലാവിധത്തിലും അങ്ങേയറ്റത്തെ നല്ല ഒരാൾ തന്നെയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് ഒരു പുത്രി ഉണ്ടായിരുന്നു, ചന്ദ്രഭാഗ എന്നാണ് പേര്. ഈ കുട്ടിയെ അടുത്ത രാജ്യത്തെ രാജകുമാരന് വിവാഹം കഴിച്ചു കൊടുത്തു. ഈ രാജാവ് മഹാവിഷ്ണു ഭക്തനായതുകൊണ്ട് തന്നെ എല്ലാ ഏകാദശിയും അവിടെ അദ്ദേഹം മാത്രമല്ല, ആ രാജ്യത്തെ പ്രജകൾ മുഴുവനും നോക്കുമായിരുന്നു. ഒരു ദിവസം ഈ ചന്ദ്രഭാഗയും ഭർത്താവും കൂടെ വീട്ടിൽ വന്നു. അപ്പോഴാണ് ഈ കുട്ടി ഓർത്ത്, അയ്യോ നാളെ ഏകാദശിയാണല്ലോ, അതും രമ ഏകാദശി. ഏത് ഏകാദശിയാണെങ്കിലും എല്ലാവരും വ്രതം അനുഷ്ഠിക്കണമെന്ന് രാജാവിന് നിഷ്കർഷയുണ്ടല്ലോ. അതുകൊണ്ട് ഈ കുട്ടി പറഞ്ഞു, ശോഭൻ എന്നാണ് ഭർത്താവിൻ്റെ പേര്, നമുക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞു. അത് സാരമില്ല, എങ്ങനെ നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ കഠിന വ്രതമാണ്, കാരണം പൂർണ്ണ ഉപവാസമാണ് ഈ ഏകാദശിയുടെ എന്ന്. രാത്രിയിലാണെങ്കിൽ ഇത് ഉറക്കമൊഴിഞ്ഞിരുന്ന് എല്ലാവരും നാമജപമാണ്. പക്ഷേ ഈ ശോഭൻ എന്ന് പറഞ്ഞ ഇദ്ദേഹമാണെങ്കിൽ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടുമൊക്കെ ദുർബലനായിട്ടുള്ള ഒരാളാണ്. ഒന്നും പറയണ്ട, അദ്ദേഹം ഏകാദശി നോറ്റു. പിറ്റേ ദിവസം രാത്രി മുഴുവനും ഉറക്കമൊഴിഞ്ഞിരുന്ന് നാമജപമാണല്ലോ. പിറ്റേ ദിവസം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ശരീരം ജലത്തിൽ കൂടി ഒഴുക്കി. മഹാവിഷ്ണു ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തി അദ്ദേഹത്തിന് ജീവൻ കൊടുത്ത് നല്ലൊരു രാജ്യമൊക്കെ കൊടുത്ത് അങ്ങനെ അദ്ദേഹത്തിന് എല്ലാ സൗകര്യങ്ങളും കൊടുത്തു. ഇവരറിയുന്നില്ല, അച്ഛനും മകളും ഒന്നും അറിയുന്നില്ല, അവരവിടെ താമസിക്കുന്നു. ഒരു ദിവസം ഇദ്ദേഹത്തിൻ്റെ രാജ്യത്ത് നിന്ന് ഒരാൾ തീർത്ഥാടനത്തിന് പോയപ്പോൾ ഈ ശോഭനെ കാണുകയും അപ്പോൾ വിവരങ്ങളെല്ലാം അറിഞ്ഞു. തിരിച്ചു വന്ന് ഈ ചന്ദ്രഭാഗയോട് പറഞ്ഞു, ഇങ്ങനെ ഭർത്താവ് ഇന്നയിടത്ത് ഇരിപ്പുണ്ട്. അദ്ദേഹമാണെങ്കിൽ ഈ ഗന്ധർവന്മാരും അപ്സരസുകളുടെ ഒക്കെ ആയിട്ട് അവരുടെയൊക്കെ ഡാൻസും പാട്ടും ഒക്കെ കേട്ട് അങ്ങനെ ഇന്ദ്രതുല്യനായിട്ടാണ് അവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ ബ്രാഹ്മണനും ഈ ചന്ദ്രഭാഗയും കൂടെ അങ്ങോട്ട് തിരിച്ചു. വഴിക്ക് വെച്ച് വാമദേവൻ മഹർഷിയുടെ അടുത്ത് ചെന്ന് അദ്ദേഹത്തോട് വേണ്ട അനുഗ്രഹമൊക്കെ വാങ്ങി അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം അങ്ങനെ അവിടെ പോയി സുഖമായിട്ട് ജീവിച്ചു.